അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്തതായി യൂട്യൂബ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇൻ്റർനെറ്റ് ബ്രൗസറിൽ youtube.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആവുകയും അതിൽ സൈൻ ഇൻ എന്ന ഓപ്ഷൻ കാണുകയും ചെയ്യും. അവിടെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് seidushams@gmail.com എന്ന അക്കൗണ്ട് ടൈപ്പ് ചെയ്യുക. അടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഓക്കെ. അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. നാം ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഇൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൈ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിലെ മൈ ചാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വന്തമായ ഒരു ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് മോഡിഫൈ ചെയ്യാനും ഒക്കെയാണ്. അവിടെ ലൈക്ക് വീഡിയോ അതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ഐ ആം റെഡി ടു കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. നമ്മുടെ ചാനൽ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഹോമിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ റിവേർട്ട് ടു യൂസർ നെയിം, അവിടെ നമ്മുടെ ജിമെയിലിൻ്റെ യൂസർ നെയിം തന്നെ യൂട്യൂബിൽ ഒരു പുതിയ യൂസർ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ സൈൻ ഇൻ ചെയ്തത് ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചാണ്. ഇപ്പോൾ ക്രിയേറ്റ് യൂസർ നെയിം യൂട്യൂബിന് നമ്മൾ പുതിയ യുനൈസ ഇസ്ലാമിക് സെൻറ്റർ കെ എന്ന യൂസർ നെയിം ഉപയോഗിച്ച് പുതിയ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും യുനൈസ ഇസ്ലാമിക് സെൻറ്റർ കെ എന്ന ഇതിലാണത് സൈൻ ഇൻ ആയിട്ടുള്ളത്. അതിൻ്റെ പേര് മാറിയിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ചാനൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ചൂസ് ഫയൽ, നമുക്കവിടെ ഏതെങ്കിലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒരു ഇമേജ്, ഒരു ഫോട്ടോ നമുക്കവിടെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറോ ഏതായാലും നമുക്ക് മാറ്റാവുന്നതാണ്. ആ ചാനലിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരണങ്ങൾ ഡിസ്ക്രിപ്ഷൻ നമുക്കവിടെ അവിടെ എഴുതി ചേർക്കാം. ഉദാഹരണത്തിന് നമ്മളവിടെ ഒരു ഇത് പേസ്റ്റ് ചെയ്ത് ഇസ്ലാമിക് സെൻറ്റർ ഉനൈസ ഉറുദു അല്ലെങ്കിൽ എന്താണ് അവിടെ മാറ്റണമെങ്കിൽ മാറ്റാം. ടാഗ്സ് ഇസ്ലാമിക് സെൻറ്റർ ഉനൈസ, ഇസ്ലാം സെൻറ്റർ ഉനൈസ, ഇസ്ലാം, അല്ല, മുസ്ലിം, നോൺ മുസ്ലിം, ഏത് ടാഗ്സ് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ടാഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ അതിലേതെങ്കിലും ഒരു വേർഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ അതിൽ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഏത് ടോപ്പിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഉനൈസ എന്ന് എഴുതിയാൽ ഉനൈസയുടെ കീഴിൽ അത് വരും. ഇസ്ലാം, അല്ല, മുസ്ലിം, അങ്ങനെ ഏത് ടാഗാണ് നമ്മൾ അതിൽ കൊടുത്ത് അതൊക്കെ ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഓക്കെ. അവിടെ ഫീഡ് ടാബ്, വീഡിയോ ടാബ് ആഡ് ചെയ്തു. ഡൺ. എഡിറ്റിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതവിടെ സേവ് ആവുന്നു. അപ്പോൾ നമുക്കവിടെ വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ആഡ് എ ന്യൂ ലിങ്ക്, ഏതെങ്കിലും ഒരു ലിങ്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഫേസ്ബുക്കോ അല്ലെങ്കിൽ facebook.com ഉനൈസ ഇസ്ലാമിക് സെൻറ്റർ കെ, അതവിടെ ആഡ് ചെയ്യാം. അതുപോലെ എത്ര വേണമെങ്കിലും നമുക്കവിടെ പുതിയ ലിങ്കുകൾ അവിടെ ആഡ് ചെയ്താൽ അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ലിങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ ഫേസ്ബുക്ക് ആഡ് ചെയ്തു, ട്വിറ്റർ ആഡ് ചെയ്തു, അങ്ങനെ ഏതൊക്കെ വേണമെങ്കിലും നമുക്ക് അവിടെ ലിങ്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഓക്കെ അടിക്കുക. അതർ ചാനൽസ്, ഇനി മറ്റേതെങ്കിലും ചാനൽസുമായിട്ട് നമുക്ക് ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചേർഡ് ചാനൽസിൻ്റെ കീഴിൽ URL
ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഉറുദു ചാനലിൻ്റെ യൂട്യൂബിലുള്ള ഐഡിയ ആണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. ജിസി ഉനൈസ യു ആർ ഓക്കെ. youtube.com/IGZ Unaiza Urdu. ഓക്കെ, അപ്പോൾ ആ ചാനൽ അവിടെ വന്നു. youtube.com/IGZ Unaiza ഉത്തരം കേരള വന്നു. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ ലിങ്ക് ആഡ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ്, അപ്ലോഡ് എ വീഡിയോ, അതിൽ നമുക്ക് ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എനി വീഡിയോസ് വി ക്യാൻ അപ്ലോഡ്. അടുത്തതായി നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൽ ആ ഏറോ കാണുന്നതിന് താഴെ സെലക്ട് ഫയൽസ് ഫ്രം യുവർ കമ്പ്യൂട്ടർ എന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതായി കാണാം. അപ്ലോഡിങ് യുവർ വീഡിയോ 3 minutes റിമൈനിങ് എന്നൊക്കെ അവിടെ, അത് എത്ര സമയമാണെങ്കിലും അത് അവിടെ കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അവിടെ അതിന് കാറ്റഗറി, ഏത് കാറ്റഗറിയിലാണ് അത്, എഡ്യൂക്കേഷനോ എന്റർടൈൻമെന്റോ ഏതാ കാറ്റഗറി എങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതിന്റെ ടൈറ്റിൽ കൊടുക്കാം, അതുമായി ചെറിയ വിവരണം കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിന് ടാഗ്സ് കൊടുക്കാം. ആ ടാഗ്സിൽ നമ്മൾ ഏതൊക്കെ പേര് ടൈപ്പ് ചെയ്തോ അതൊക്കെ നമ്മൾ ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഉടനെ അത് വരുന്നതായിരിക്കും. എല്ലാതും സ്മോൾ ലെറ്റർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇന്റർനെറ്റിൽ സെർച്ചിങ്ങിൽ പോയാൽ ഫസ്റ്റ് സ്മോൾ ലെറ്റേഴ്സ് ആണ് ആദ്യം സെർച്ചിങ്ങിൽ വരിക. അതുകൊണ്ട് ഏത് ടൈറ്റിൽ കൊടുക്കുമ്പോഴും എല്ലാറ്റിനും സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും എന്നുള്ളത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്താൽ ആദ്യം സ്മോൾ ലെറ്റർ സെർച്ച് ചെയ്തതിന് ശേഷം ആ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സെർച്ച് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ടാഗ്സിൽ നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഫിർബിയോ ആകെയാ ഉമ്മ ഖുർആൻ മസ്ജിദ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് ഇവിടെ ഓരോ നമുക്ക് ചേഞ്ചസ് ഇവിടെ വരുത്താം. അതിന് ശേഷം സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു, ചേഞ്ചസ് സേവായി എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു. നമുക്ക് അവിടെ പേരും അതിൻ്റെ ആ ഒരു പിക്ചറും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനടുത്ത് യൂട്യൂബ് അതിൻ്റെ നെയിമാണത്. അവിടെ ക്ലിക്ക് ചെയ്താൽ അത് പ്ലേ ചെയ്യുന്നതായിട്ട് ഓപ്പൺ ആയിട്ട് കാണാം നമുക്ക്. അസാൻ ബൈ അൽ മിഷാരി അൽ അഫാസ്. അതാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അതാണ്. അതുപോലെ നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഇതുപോലെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായി വീഡിയോ മാനേജർ ക്ലിക്ക് ചെയ്യുക. അത് വേണമെങ്കിൽ നമുക്ക് അവിടെ ടിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. പബ്ലിക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ്, അൺലിസ്റ്റഡ് ഏത് വേണമെങ്കിലും അവിടെ ആയാൽ അതിന്റെ ഓപ്ഷൻസ് അവിടെ ഓക്കെ ആവുന്നു. ചേഞ്ച് ദ പ്രൈവസി. ഓക്കെ, നമ്മുടെ ചാനലിൽ ഇപ്പം അതവിടെ ആ വീഡിയോ അപ്ലോഡായി കിടക്കുന്നത് കാണാം. ഇനി അടുത്ത നമ്മൾ ചാനൽ സെറ്റിംഗ്സ്. ഇപ്പൊ നമ്മൾ കാണുന്ന രണ്ട് സൈഡും ബ്ലാക്കും അതിന്റെ ബോർഡറൊക്കെ ഇടാൻ കാണുന്നത്. നമുക്കത് അതിനൊരു കളറൊക്കെ ഒരു അല്ലെങ്കിൽ ഡിസൈൻ മാറ്റി കൊടുക്കാവുന്നതാണ്. അതിന് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സിൽ പോയി ചൂസ് എ ഫയൽ, ഏതെങ്കിലും ഒരു ഫയല് സെലക്ട് ചെയ്യുക. അത് അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് നമുക്ക് അത് ഫോട്ടോ ഒന്ന് മാറ്റി കൊടുക്കാം. അതാണ് ഫുള്ളായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് കാണാം. നമുക്ക് അതിന്റെ സൈഡിലൊക്കെ
സെയിം പിക്ചർ തന്നെ റിപ്പീറ്റ് ചെയ്തതായിട്ട്, അതല്ലെങ്കിൽ അതിന്റെ ടോപ്പിൽ മാത്രമായിരിക്കും അത് കാണുക, അതല്ലെങ്കിൽ അതിനനുസരിച്ച് ബിഗ് ഫയലാണെങ്കിൽ ഫുൾ ആയിട്ട് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഉന്നയിത ഇസ്ലാമിക് സെന്റർ ഉറുദു സെക്ഷന്റെ ബോർഡർ ശ്രദ്ധിക്കുക. അതുപോലെയുള്ള ബോർഡറുകൾ നമുക്കും ആഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ഉണ്ടെങ്കിൽ. അപ്പോൾ സൈഡ് ബോർഡറൊക്കെ വളരെ നീറ്റായി കാണുകയും സെന്ററിൽ മറ്റുള്ള ഇൻഫർമേഷൻസ്, മറ്റുള്ള വിവരങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. ആരെങ്കിലും നമ്മുടെ പേജ് ഓപ്പൺ ചെയ്താൽ ആ രീതിയിലായിരിക്കും അത് പ്രത്യക്ഷപ്പെടുക. ഓക്കെ. ചാനൽ ഇൻഫർമേഷൻ ആൻഡ് സെറ്റിംഗ്സിൽ ഇൻഫോ ആൻഡ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ പേര് അവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇസ്ലാമിക് സെന്റർ കേരള എന്ന പേര് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. അസ്സലാമു അലൈക്കും.